എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ശങ്കറിനാണ് ലൂസ് മോഷൻ പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇരിക്കാനും മേല നിൽക്കാനും മേലാത്തൊരവസ്ഥയിലാണ്. ഈ സമയത്ത് ഗൗരി അങ്ങോട്ട് കടന്നു വരുന്നേ. ഗൗരിയെ കണ്ടുപിടിച്ചു. അല്ല, നീ എനിക്ക് ഇന്നലെ എന്താ കാപ്പിക്കകത്ത് കലക്കി തന്നെ? അവസാനം ഞാൻ കുടിച്ച കാപ്പിയാ. ആ കാപ്പി കുടിച്ചതിന് ശേഷം ഞാൻ നിലത്ത് നിന്നിട്ടില്ലെന്ന് പറയാണ്. ഇപ്പൊ തന്നെ 16 തവണ പോയി. ഇനി എനിക്ക് വയ്യ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ലെന്ന് പറയണേ. ഈ സമയം ഗൗരി ചിരിക്കോ. ഗൗരി പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ കാപ്പി ഒറ്റവലിക്ക് കുടിക്കലെന്ന്, സാവകാശം കുടിച്ചാൽ മതിയെന്ന്. കേട്ടോ? ഇല്ലല്ലോ. ആഹാ, അപ്പൊ നീ ആ കാപ്പിക്കകത്തെന്തോ കലക്കി തന്നിട്ടുണ്ടായിരുന്നല്ലേന്ന് ചോദിക്കുകയാണ്. ഗൗരി ചിരിക്കുകയും അതൊന്നും ചെയ്തില്ല, ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഗൗരി കയ്യിലിരിക്കുന്ന ആ ചായയും കൊടുക്കുകയാണ്. ഇതെന്താ? ഇച്ചിരി നാരങ്ങ വിചാരിച്ച ചായ, ഇതെങ്ങോട്ട് കുടിച്ചാ എല്ലാം ഓക്കെ ആയിക്കോളെന്ന് പറയാം. ആഹാ, അപ്പൊ നീ മനഃപൂർവ്വം എനിക്കിട്ട് ചെയ്തല്ലേ? അല്ല പിന്നെ, ഞാനിതേ ആ ഗംഗക്കെട്ട് വെച്ചൊരു പണിയായിരുന്നു. കുറച്ച് സോപ്പൊടി അങ്ങോട്ട് കലക്കി. പക്ഷെങ്കിലേ അത് കുടിച്ചത് നിങ്ങളായിപ്പോയി. എന്ത് ചെയ്യാനാ? നീ എന്തിനാ അങ്ങനെ ചെയ്തേ? പിന്നെ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലായിരുന്നോ? അവൾ അത്ര സ്വാതന്ത്ര്യം എടുക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ശങ്കറിന്റെ കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ അവൾക്ക് അറിയാവുന്നല്ലേ. പിന്നെ എന്തിനാ അവളങ്ങനെ കാണിച്ചു വിട്ടുന്നത്? എനിക്ക് അതും കൂടി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഗൗരി അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ശങ്കറിന് മനസ്സിലായി ഗൗരിക്ക് അസൂയ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്ന പ്രൊഫസറുടെ വീട്ടിലാണെങ്കിൽ വേണിയെ കൊണ്ട് ജോലികളൊക്കെ ചെയ്യിക്കുമായിരുന്നു മുത്തശ്ശി. ചെറിയ ജോലികൾ മിറ്റ് പഠിക്കാൻ പറഞ്ഞിട്ട് ചൂലങ്ങ് എടുത്തു കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ അടിച്ചാൽ പോരാ, നന്നായിട്ട് കുഞ്ഞിനൊന്ന് അടിക്കണം, എന്നാലും ശരിയാവണമെന്ന് പറയാം. മുത്തശ്ശി ഇത് മതി. അതെ, പ്രസവം നടക്കണമെങ്കിൽ ഇങ്ങനെ വേണമെന്ന് പറയാണ്. ഈ സമയത്ത് നന്ദിനിയമ്മയും പ്രൊഫസറും കൂടെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നന്ദിനിയമ്മ പറഞ്ഞു, ശ്യാമേട്ടൻ നോക്കുന്നുണ്ടാ ഇത്രമാത്രം പൂവൊക്കെ ഉണ്ടാകുന്നേ, അല്ലെങ്കിൽ ഇതെല്ലാം വാടിക്കരിഞ്ഞു പോയെന്ന് പറയാം. അത് പിന്നെ അങ്ങനെയല്ലേ, നമ്മളൊരു ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന വെള്ളവും വളവും കൊടുക്കണം, എന്നാൽ മാത്രം പൂവ് ഇടുവോളെന്ന് പറയാണ്. ഈ സമയത്ത് ആദർശം അങ്ങോട്ട് കടന്നു വന്നു. ആദർശം കണ്ടു വേണിയെ കൊണ്ടും മുത്തശ്ശി ജോലിയൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ ആദർശം ഭയങ്കര സന്തോഷമായി. വേണി പറഞ്ഞു, മതി മുത്തശ്ശി, ഞാൻ മടുത്തെന്ന് പറയാണ്. അത് പറഞ്ഞാൽ പറ്റില്ല, ഇത് ബാക്കിയും കൂടി ചെയ്തു തീർക്കണം, ഇല്ലെങ്കിലേ ശരിയാവത്തില്ലെന്ന് പറയണ. ഈ സമയത്ത് നന്ദിനിയമ്മ വന്നിട്ട് ചോദിച്ചു, എന്തിനാ അമ്മേ അവളെ കൊണ്ട് ആ ജോലികളൊക്കെ ചെയ്യുന്നത്? ഞാൻ ചെയ്തോളാന്ന് പറയാണ്. അതെ നന്ദിനി, ഈ കാര്യത്തിൽ നീ ഇടപെടല്ലേ, അറിയാലോ. ഒരു കുഞ്ഞുണ്ട് അവളുടെ വയറ്റില്. ഇവള് കുഞ്ഞു കിടന്ന് മിറ്റുമൊക്കെ അടിച്ചാൽ മാത്രം പ്രസവം നടക്കുള്ളൂ. അല്ല, ഇപ്പോഴത്തെ കാലത്ത് എല്ലാം സിസേറിയൻ അല്ലേ അമ്മേ? അതാ കുഴപ്പം. സിസേറിയൻ നടക്കാൻ സുഖപ്രസവം നടക്കണമെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നേ. പ്രൊഫസർ പറഞ്ഞു, അതിന് അവൾക്ക് അതിനുള്ള ആരോഗ്യമൊന്നും ഇല്ലമ്മേ. അമ്മ എന്തിനാ വെറുതെ അവള് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് ചോദിക്കുക. ആദർശ് പറഞ്ഞു, പിന്നെ അവൾക്ക് നല്ല ആരോഗ്യമുണ്ട്, അവൾ ചെയ്തോട്ടെ മുത്തശ്ശി എന്ന് പറയണം. വീണ്ടും രൂക്ഷമായിട്ട് ആദർശിനെ നോക്കുക, നിനക്കിട്ടേം വെച്ചിട്ടുണ്ടാ, മുറിയിലേക്ക് വാടാന്നുള്ള രീതിയിൽ. അപ്പൊ നന്ദിനിയാൻ പറഞ്ഞു, വേണ്ടമ്മേ അവളെ കൊണ്ട് ചെയ്യിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി അങ്ങോട്ട് ദേഷ്യം വന്നു. മുത്തശ്ശി അങ്ങോട്ട് എത്തേക്ക് കയറി പോവാ. എന്നിട്ട് പറഞ്ഞു, അതെ, ഇങ്ങനെ ഞാൻ എന്ത് ജോലി ചെയ്യിച്ചാലുവേ നീ ഒന്ന് അവളെ രക്ഷിച്ചോണ്ട് പൊക്കോ. അറിയാലോ, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്ത വേണം. അവളുടെ പ്രസവം നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. ഇനിയും ജോലികളുണ്ട്, അവളെ അകത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ പറയാണ് എന്ന് പറഞ്ഞ് മുത്തശ്ശി അങ്ങോട്ട് കയറിപ്പോയപ്പോഴത്തേനും വേണി, എന്റെ ഭഗവാനെ, വെറുതെ കള്ളത്തരം പറയണ്ടായിരുന്നു, എന്തിന്റെ കേടായിരുന്നു തനിക്കുന്നൊരു ചിന്തിച്ചുകൊണ്ട് നിൽക്കണം. പിന്നീട് കാണിക്കുന്ന ചാരങ്ങാട്ട് വീട്ടില് ഗൗരി അടുക്കളയില് പച്ചക്കറിയൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് ചെലങ്കയുടെ ഒരു സൗണ്ട് കേട്ടെ. അപ്പൊ വേലക്കാരൻ ചോദിച്ചു, ആ ചെലങ്കയുടെ സൗണ്ട് അല്ലേ, അത് അവിടെ നിന്നാന്ന് ചോദിക്കുവാണ്. അത് ആ വന്നിരിക്കുന്ന ഗംഗമോളില്ലേ, ഗംഗമോള് നൃത്തം ചെയ്യുന്നതെന്ന് പറയും. ഗംഗ നൃത്തം ചെയ്യുന്ന ഭയങ്കര ഡാൻസുകാരിയൊക്കെയാ. അതെ, ഗൗരിക്കുഞ്ഞിനെ അറിയത്തില്ലാഞ്ഞിട്ടാ. അല്ല, അവൾ ഇതിനു മുമ്പ് ഇവിടെയായിരുന്നോ വളർന്നേന്ന് ചോദിക്കുവാണ്. നിന്നുമൊക്കെ പിന്നെ ആണോന്ന്, ചെറുതിലും മുതൽ ഇവിടെയല്ലായിരുന്നു നിന്നുകൊണ്ടിരുന്നേ. ശങ്കർ കുഞ്ഞുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഗംഗമോള്. രണ്ടുപേരും കൂടെ ഒരുമിച്ചായിരുന്നു, നടത്തോ കിടപ്പോ എല്ലാം ഒരുമിച്ചായിരുന്നു, അറിയാവോ. പിന്നെ ഇവിടുന്ന് പോയതിന് ശേഷം ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഇടയ്ക്ക് ശങ്കർ കുഞ്ഞ് കാണാൻ പോകുന്നു പറയണ. അതിലിപ്പോ എന്തേലും ആവശ്യത്തിന് ശങ്കർ പോകുമ്പോൾ കാണുന്നതായിരിക്കുന്നില്ലേ? അങ്ങനെയൊന്നുമല്ല, കാണുമ്പോഴല്ല, കാണാൻ വേണ്ടി മാത്രം പോയി കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരുമെന്നാണ്. പിന്നെ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും നടത്തെന്ന് പറയണം. കെവിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. പിന്നീട് വേലക്കാരി ഒന്നുകൂടെ അങ്ങോട്ട് പിരികേറ്റി കൊടുക്കുക. വേലക്കാരിക്ക് മനസ്സിലായി താൻ പറയുന്ന കാര്യങ്ങളിൽ ഏൽക്കുന്നുണ്ടെന്ന്. അവർ രണ്ടുപേരും വിവാഹം കഴിക്കാനായിട്ട് ഇരുന്നവരായിരുന്നു. പിന്നെ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, നല്ല ജോഡികളായിരുന്നു. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, അതെന്താന്ന് അറിയത്തില്ല. അല്ല, മോളോട് ഈ കാര്യം ഒന്ന് ശങ്കർ കുഞ്ഞ് പറഞ്ഞിട്ടില്ലേ? മോൾക്കറിയാവോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി രൂക്ഷമായിട്ട് നോക്കി. അത് നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയണ്ടേ? നിങ്ങൾക്ക് അതറിയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ജോലി എന്താന്ന് ചെയ്യുക എന്ന് പറഞ്ഞ് ഗൗരി അങ്ങോട്ട് പോവാണ്. ഗൗരിക്ക് സഹിച്ചില്ല. വേലക്കാരിക്ക് മനസ്സിലായി താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റിട്ടുണ്ടെന്ന്. പിന്നീട് ഗൗരി അങ്ങ് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, നല്ല അസലായിട്ട് നൃത്തം ചെയ്യായിരുന്നു ഗംഗ. അപ്പൊ വീഡിയോ പിടിക്കാനായിട്ട് മൊബൈലൊക്കെ സെൽഫി സ്റ്റിക്കിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വീഡിയോ കൂടെ പിടിച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. കാണാനായിട്ട് തങ്കച്ചിയും മഹാദേവനും ശങ്കറും ഉണ്ട്. ശങ്കർ ആസ്വദിച്ച് നിൽക്കുക. അത് കണ്ടതും ഗൗരിക്ക് സഹിച്ചില്ല.
അങ്ങനെ ഡാൻസ് കഴിഞ്ഞ് ഇപ്പത്തിനും ഓടി വന്നിട്ട് ആ ഫോണും എടുക്കുകയാണ്. അയ്യോ വീഡിയോ പിടിക്കുക എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയിരുന്നു എന്ന് പറഞ്ഞ് ഫോണും എടുത്തിട്ട് ഹലോ ഗൈസ് നിങ്ങൾ കണ്ടില്ലേ, അതെ ഈ ഡാൻസ് കാണട്ടെ എൻ്റെ ഒപ്പം വേറെ 2-3 പേരും കൂടി ഉണ്ട്, അവരോട് നമുക്ക് അഭിപ്രായം ചോദിച്ചു നോക്കാം നല്ലതാണോന്ന്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, ലൈവാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ചെന്ന് ശങ്കറിന്റെ തോളത്ത് പിടിച്ച് കെട്ടി ഇങ്ങോട്ട് പിടിക്കുകയാണ്. എന്റെ ഫസ്റ്റ് ക്രഷാ അറിയാലോ. അപ്പൊ ശങ്കറിനോട് തന്നെ ഞാൻ ചോദിച്ചു നോക്കാം എന്റെ ഡാൻസ് എങ്ങനെയുണ്ടായിരുന്നു. ശങ്കർ പറഞ്ഞു ക്യൂട്ട് ഡാൻസ് അല്ലായിരുന്നു, പൊളി, വാക്കുകളില്ല പറയാനായിട്ട്, അത്ര മനോഹരമായിട്ടാ ഗംഗ കളിച്ചിരിക്കുന്നു പറയാണ്. കേട്ടല്ലോ ഗൈസ്, അത്ര നന്നായിട്ട് ഞാൻ കളിച്ചേന്ന്. അപ്പൊ ഫസ്റ്റ് ഒപ്പീനിയൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് പോവേണ്ടത് എന്റെ അങ്കിളിന്റെ അടുത്തേക്കാണ്. ദേവനങ്കിളിനോട് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവന്റെ അടുത്ത് പോയി ചോദിക്കണം. അപ്പൊ മഹാദേവൻ നല്ല അഭിപ്രായം പറഞ്ഞ് പിന്നെ അടുത്ത് തങ്കച്ചിയുടെ അടുത്ത് ചോദിക്കണം. തങ്കച്ചി പറഞ്ഞു എന്തേലും പറയാനുണ്ടോ, പൊളിയായിട്ടല്ല എന്റെ മോള് കളിച്ചേക്കണെന്ന് പറയണം. ഈ സമയത്ത് ഗൗരി അവിടെ നിൽക്കുന്ന ശങ്കറും ഗംഗയെല്ലാം കണ്ടായിരുന്നു. ഗൗരിക്കാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഇങ്ങനെ കാണിക്കുക. ശങ്കർ കൂടുതൽ അടുപ്പം കാണിച്ചു കഴിയുമ്പത്തിനും തങ്കച്ചിയാണെ പറയുകയും ചെയ്തു ഇവിടെ ചിലരൊക്കെ ഡാൻസ് കളിക്കും, അതിന് ഡാൻസ് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ അവരുടെയൊക്കെ ഭാവമോ അവർ വേറെ അവർ വലിയ ആളാണെന്നോ അവരുടെ ഒരു ഭാവം. ഇപ്പൊ അവരൊക്കെ ഈ ഡാൻസ് ഒന്ന് കാണണമെന്ന് പറയണേ. ഗൗരിക്കിട്ടുള്ള കുത്താണ്, അത് ഗൗരിക്ക് മനസ്സിലായി. പെട്ടെന്ന് അപ്പ കണ്ടവാള് തന്നെ ഗംഗി ഓടിച്ചിട്ടുണ്ട്. ആ ഇതാരാ, ഗൗരി മോളോ? അതെ എന്റെ ഡാൻസിനെ കുറിച്ച് എന്താ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് ഫോണും പൊക്കി പിടിച്ച് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ ഗൗരി പെട്ടെന്ന് പറഞ്ഞു അതെനിക്ക് ഇച്ചിരി തിരക്കുണ്ട്, ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ്. അതെ ഗൗരിക്ക് അല്പം തിരക്കുണ്ട് ഗൈസ്, അതുകൊണ്ടാണ്, അത് കുഴപ്പമൊന്നുമില്ല, പിന്നെ നമുക്ക് അഭിപ്രായം വാങ്ങാന്ന് പറയാണ്. പിന്നീട് ശങ്കറിന്റെ അടുത്തേക്ക് വരുവാണ്. അതെ ശങ്കറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എല്ലാം നിങ്ങൾ എന്നോട് രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്യാണ്. ഈ സമയത്ത് മഹാദേവൻ ചോദിച്ചു അല്ലെ മോള് വന്നപ്പോ തൊട്ട് ഈ ഫോണും പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നതാണല്ലോ, എന്താ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലെന്ന് പറയാണ്. പെട്ടെന്ന് ഗംഗ പറഞ്ഞു അതെ അങ്കിളെ ഞാൻ വന്നതിന്റെ ഒരു ഉദ്ദേശം വേറെയുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാവോ, ഞാനൊരു ലക്ഷ്യമായിട്ട് എങ്ങോട്ട് വന്നേക്കുന്നതെന്ന് പറയാണ്. ഇത് കേട്ടത് മഹാദേവൻ ലക്ഷ്യമായിട്ട്, എന്ത് ലക്ഷ്യമായിട്ട്, അതൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ സർപ്രൈസാ, ഇപ്പൊ ഇവിടെ ആർക്കെങ്കിലും അറിയാൻ പറ്റുമെന്ന് നോട്ടെ, എന്റെ മനസ്സറിയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യം പറയൂന്ന് പറയാണ്. പെട്ടെന്ന് ശങ്കരോട് ഞാൻ പറയാന്ന് പറയാണ്. ശങ്കറിന് അറിയാന്ന് ചോദിക്കോ? ഉറപ്പായിട്ടും അറിയാം. അല്ല വേണ്ട ഞാൻ പറയുന്നില്ല, ഞാൻ പറയുന്ന വല്ല പൊട്ടത്തരമാണെങ്കിൽ നീ എന്നെ കളിയാക്കിയാലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന് പറയാം. പൊട്ടത്തരമൊന്നുമില്ല, ശങ്കുന് പറയാനുള്ള എന്താന്ന് ശങ്കു പറഞ്ഞു. ശങ്കു പറഞ്ഞു ഞാൻ കേട്ടോളാം, പൊട്ടത്തരാണേലും കുഴപ്പമില്ല. അതെ നീ ഗുരുവായൂർ മേൽപ്പത്തൂരോടിയത്തില്ലേ ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ വന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് വിളിച്ചു കൊള്ളാം, അത്ഭുതമായിരിക്കുന്നു, അപ്പൊ എന്റെ മനസ്സ് ശങ്കുവിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ, കൊള്ളാന്ന് പറയണേ. മഹാദേവനും തങ്കച്ചും പരസ്പരം നോക്കുക. മഹാദേവന്റെ ഒരു ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നു. മഹാദേവൻ ആ ഗൂഢലക്ഷ്യത്തോടു കൂടി ഗംഗയെ ശങ്കറിനെ കൂടെ നോക്കണം. രണ്ടുപേരും അടുത്തടുത്തിരുന്നപ്പത്തിന് ഭയങ്കര പൊരുത്തമാണെന്ന് അയാൾക്ക് തോന്നി. ഇത്ര എന്റെ മനസ്സ് മനസ്സിലാക്കി വേറെ ആരുമില്ല, കണ്ടോ ഞാൻ മനസ്സിൽ കണ്ടപ്പോ നീ മാനത്ത് കണ്ടല്ലോ എന്ന് പറയണം. ഇത് അകത്തേക്ക് പോയി ഗൗരി കേട്ടു. ഗൗരിക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല, കാരണം തന്നെക്കാളും കൂടുതൽ കെയറിങ് ഗംഗ കൊടുക്കുന്നിടപ്പം ഗൗരിക്ക് അത് സഹിച്ചില്ല. പിന്നീട് കാണിക്കുന്നേ നേരെ ആദർശ് റൂമിലേക്ക് എല്ലുവാണ്. റൂമിൽ ചെന്നപ്പോൾ ആദർശൊരു സമാധാനമില്ലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ രഞ്ജുവിന്റെ കോള് വരുന്നത്. നോക്കിയപ്പോൾ രഞ്ജു ആ ഫോൺ വിളിക്കുന്നത്. എടുക്കണോ വേണ്ടയോ എന്നാലോചിച്ച് ആകപ്പെട്ട് അസ്വസ്ഥനായി പോയി രഞ്ജുവിന്റെ കോള് വന്നു കഴിഞ്ഞപ്പോൾ ആദർശ്. അപ്പൊ എന്ത് ചെയ്യാനെന്നോർത്ത് നിൽക്കുന്ന സമയത്താണ് വേണി ഇങ്ങോട്ട് വരുന്നത്. വേണി കേട്ടായിരുന്നു ഫോൺ ബില്ലടിക്കുന്നത്. അപ്പൊ വേണി വന്നിട്ട് അവളായിരിക്കും വിളിച്ചല്ലേ, എന്ത് പറഞ്ഞെന്ന് ചോദിക്കണം. വേണി നീ ഒന്നും മിണ്ടാതെ പൊക്കോട്ടോ എന്ന് പറയണം. ഓഹോ ഇപ്പൊ ഞാൻ പറഞ്ഞാണോ തെറ്റ്? അല്ല അവൾ വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. നിനക്ക് വേറെ ഒന്നിനെ കുറിച്ച് സംസാരിക്കാനല്ലേ? ആദർശേട്ടാ നമ്മുടെ ഓപ്പറേഷൻ എന്നാ രഞ്ജുവിനെ തകർക്കാന്നുള്ളതല്ലേ, അപ്പൊ അതിനു വേണ്ടിട്ടല്ലേ നമ്മളിപ്പോ പ്രയത്നിച്ചുകൊണ്ടിരിക്കണേ, അപ്പൊ അവളെ തകർക്കണ്ടേന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ അവൾ ആദർശനെ എന്ത് പിന്തുടർന്നോണ്ടേ ഇരിക്കും എന്ന് പറയണേ. അത് വേണി നിനക്ക് അവളുടെ സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടാ, അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണേ. ആദർശണ്ണ ബാങ്കിലേക്ക് പോണെന്ന് പറയാ. ബാങ്കിലേക്ക് പോകാനാ? കൊള്ളാം, നല്ല കഥയായി. അതെന്താ ബാങ്കിൽ പോകുന്നില്ലേ? അവളെ പേടിച്ചിട്ട് ബാങ്കിൽ പോയിരിക്കണ്ട, അവളെ നേരിടണം. അവളെ പേടിച്ചിങ്ങനെ മറിഞ്ഞിരിക്കുവല്ലേ ചെയ്യണ്ടേ, അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയോ ചെയ്യണ്ടേന്ന് പറയണേ. പറ്റില്ല, എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയണേ. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആദർശേട്ടാ, നമ്മൾ ഇച്ചിരി ബോൾഡ് ആവണം. ഒന്നുമില്ലല്ലേ വേണി കൂടെ ഇല്ലേ? ആദർശേട്ടൻ ധൈര്യമായിട്ടിരിക്കുക, എന്ത് വന്നാലും ഒപ്പം ഞാനുണ്ട്, കൂടെ ഉണ്ടാവും. അവളെ നമ്മൾ തകർക്കണമെങ്കിൽ നമ്മൾ മറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല, അവളുടെ മുന്നിലൂടെ നടന്നു വേണം അവളെ തകർക്കാനായിട്ട്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഈ വേണി ഉണ്ടാവും കൂട്ടെന്ന് പറയണം. അങ്ങനെ അവർ വമ്പം പ്ലാനൊക്കെ തയ്യാറാക്കുവാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.